ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എല്ലാവർക്കും നിഷ ഐജു ബേക്സിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തേങ്ങ വറുത്തരച്ച പോർക്ക് ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കിലോ ഇറച്ചി ഞാൻ നുറുക്കി കഴുകി വാരി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. 10-25 കുഞ്ഞുള്ളി, 10-25 വെളുത്തുള്ളി, വലിയൊരു കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം നമുക്ക് ചതച്ചെടുത്തുകൊണ്ട് വരണം. എന്നിട്ട് ചതച്ചെടുത്തതിൽ നിന്ന് ഹാഫ് വീതം ഈ ഇറച്ചിയിലേക്കിട്ട് നമുക്ക് മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പം കഴുകി വാരി വെള്ളം എല്ലാം പോയ ഇറച്ചിയിലേക്ക് ചതച്ചെടുത്ത ചേരുവകളിൽ നിന്ന് ഹാഫ് ഇട്ട് കൊടുത്ത്, അതുകൂടാതെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, വിനാഗിരി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് എല്ലാ മസാലകളും ഡീറ്റെയിൽ ആയിട്ട് എന്തുമാത്രം വേണമെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ അവിടെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഇറച്ചി റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കാം. അതിനുവേണ്ടി പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 4-5 ഏലക്ക, 2 ഗ്രാമ്പ്, കുറച്ച് പട്ട, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ബേ ലീഫ്, ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നിങ്ങൾ ചേർക്കേണ്ടത് 1.5 കപ്പ് ചിരകിയ തേങ്ങയാണ് കേട്ടോ. ഞാനിവിടെ ചേർക്കുന്നത് ഓൾറെഡി വറുത്ത തേങ്ങയാണ്, അപ്പോൾ അത് 1 കപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഈ തേങ്ങ എൻ്റെ ചേച്ചി എനിക്ക് നാട്ടിൽ നിന്ന് വറുത്ത് തന്നു വിട്ടതാണ്. ഞാനിത് ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. ആവശ്യാനുസൃതം പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറിക്കഴിയുമ്പോൾ ചൂടാക്കിയെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഇതും ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇറച്ചി മസാലയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതിനെ മാറ്റി വെക്കാം. അപ്പോൾ ഇതിവിടെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇറച്ചി കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ബാക്കി വെച്ചിരുന്ന ചതച്ച് വെച്ച ചേരുവകളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഇറച്ചിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിവിടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കും. കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മസാല റെഡിയാക്കി കൊണ്ടുവരാം. തേങ്ങ അരച്ച് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടിക മാറ്റി വെള്ളം പറ്റിയതോ നോക്കി നമ്മൾ ഇളക്കി കൂട്ടി യോജിപ്പിക്കണം, അല്ലെങ്കിൽ അടിയിൽ പറ്റി പിടിക്കും. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഈ സ്റ്റാൻഡ് കണ്ടോ, എൻ്റെ മൂടിക വെക്കാനായിട്ടുള്ള സ്റ്റാൻഡാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റാൻഡാണ്, വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൗ ടോപ്പിലും വർക്ക് ടോപ്പിലും ഒക്കെ നമ്മൾ ഈ മൂടിക എടുത്ത് വെക്കുമ്പോൾ വെള്ളം വീഴുകയും മസാല പറ്റുകയും ഒക്കെ ചെയ്യും. ഈ സ്റ്റാൻഡാണെങ്കിൽ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് ഇവിടെ നിന്നോളും. അതുപോലെ തന്നെ വെള്ളം ഇവിടെ കളക്ട് ആയിക്കോളും. ഉപയോഗിക്കുന്ന സ്പൂൺ വെക്കാനുമായിട്ടും ഒരു സൈഡുണ്ട്. അപ്പം ഞാനിത് മേടിച്ചേക്കുന്നത് ടിമുവിനാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഈ വീഡിയോയ്ക്ക്. അപ്പം ഞാനതിൻ്റെ ലിങ്ക് അയച്ചു തരാം. അപ്പം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി തുറന്ന് വെച്ച് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് പറ്റിക്കഴിയുമ്പോൾ അരച്ച് വെച്ച മസാലയും കൂടെ കൂട്ടി യോജിപ്പിച്ച് ചേർത്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്രഷ് ചെയ്ത കുരുമുളകും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൂട്ടി യോജിപ്പിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ചോറിൻ്റെ കൂടെയോ പൊറോട്ട കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പോർക്ക് ഫ്രൈ ആണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞാൻ ഇന്നിവിടെ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഞാൻ ഈ പോർക്ക് ഫ്രൈയും ചോറും പിന്നെ ഒരു ക്യാരറ്റ് ബീൻസ് മെഴുക്കുവരട്ടിയും കൂടിയാണ് കഴിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ പോർക്ക് വെച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി. ഗോഡ് ബ്ലെസ് യു. ബൈ.